നമസ്കാരം. ഇന്ത്യയുടെ പൊതുകടം 155 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. 1948 മുതൽ 2014 വരെയുള്ള 66 വർഷക്കാലം ഇന്ത്യയുടെ പൊതുകടം 55 ലക്ഷം കോടി രൂപ മാത്രമായിരുന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 3 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. സാമ്പത്തിക വർഷം 2015-നും 2023-നും ഇടയിൽ കേന്ദ്ര സർക്കാർ 100 ലക്ഷം കോടി രൂപ കടമെടുത്തിരിക്കുന്നു. അതായത് കേവലം 9 വർഷ കാലയളവിനുള്ളിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് 100 ലക്ഷം കോടി രൂപ രാജ്യത്തിന് കടം സൃഷ്ടിച്ചു. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇരുതല മൂർച്ചയുള്ള വാളാണ് പൊതുകടം. ഇന്ത്യൻ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മേഘാലയ, ജാർഖണ്ഡ്, ബീഹാർ എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകെ ജനസംഖ്യയുടെ 25%-ലധികം പേര് ദരിദ്രരാണ്. അതായത് ജീവൻ നിലനിർത്താൻ പോലും ശേഷിയില്ലാത്ത ഈ ജനവിഭാഗങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ രാജ്യത്തിന്റെ പൊതുകടത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കൂ. 2023 ജനുവരി മാസത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ശതകോടീശ്വരൻ ഗൗതം അദാനിക്ക് കേന്ദ്ര സർക്കാർ ഉടമസ്ഥയിൽ നിന്നുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായി ആകെ 80,000 കോടിയിലധികം രൂപ വായ്പ നൽകിയിരുന്നു. ധനകാര്യ സ്ഥാപനമായ ഹിൻഡൻബർഗ് റിപ്പോർട്ട് അന്ന് പറഞ്ഞത് ഗൗതം അദാനി ഓഹരികളുടെ വില പെരുപ്പിച്ച് കാണിച്ചു എന്നാണ്. തുടർന്ന് അദാനി ഓഹരികളുടെ വില നിലം പൊത്തിയിരുന്നു. അന്ന് സെബി ഉൾപ്പെടെയുള്ള ഒരു അന്വേഷണ ഏജൻസിയും ഗൗതം അദാനിക്കെതിരെ ഒരു ചെരുവിരൽ പോലും അനക്കിയില്ല. അദാനി കമ്പനികളുടെ ഓഹരി തട്ടിപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ഇപ്പോൾ നടക്കുന്ന സെബി അന്വേഷണത്തിന് പകരം സ്വതന്ത്ര ഏജൻസികൾ അന്വേഷിക്കണം എന്ന സുപ്രീം കോടതി ഹർജി ഇന്നലെ കോടതി തള്ളിയിരുന്നു. സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം നരേന്ദ്രമോദിയുടെ സുഹൃത്ത് വീണ്ടും മുകേഷ് അംബാനിയെ പിന്തള്ളി ഏഷ്യയിലെ സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമനായിരിക്കുന്നു.